ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ആഴ്ച ഈ പാകിസ്ഥാൻ സൈനിക മേധാവി ഈ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് ആ പ്രസ്താവനയിൽ അദ്ദേഹം ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു വേർതിരിവിനെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ ഈ രഹസ്യാന്വേഷണ ഏജൻസികളും വിവിധ കേന്ദ്ര ഏജൻസികളുമൊക്കെ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ അതായത് മതത്തിൻ്റെ പേരിലുള്ള ഭിന്നത ഉണ്ടാക്കുന്നത് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അത്തരം ഒരു പ്രകോപനപരമായ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രതികരണം പാക് സൈനിക മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നായിരുന്നു. പാക് സൈനിക മേധാവി ഈ കശ്മീരുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ പഹൽഗാം ആക്രമണം നടന്നത് എന്നതിനെയും നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. കാരണം ഈ നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലമായി ജമ്മു കാശ്മീർ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞു വരികയായിരുന്നു. ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യമായിരുന്നു. കാരണം ഈ വിനോദസഞ്ചാര മേഖലകളിലൊക്കെ ഈ വളരെ ജനത്തിരക്കും മറ്റും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ 2-3 വർഷമായി ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്നത്. ഈ അതിർത്തി ഗ്രാമങ്ങളിൽ മാത്രമായിരുന്നു പേരിനെങ്കിലും അല്ലെങ്കിൽ നാമമാത്രമായെങ്കിലും ഈ ഭീകരന്റെ ഈ സാന്നിധ്യമോ അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷനോ ഒക്കെ ഉണ്ടായിരുന്നത്. അതിനെ തന്നെ ഈ സുരക്ഷാ സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്ന ഒരു പശ്ചാത്തലവും നമ്മൾ ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിൽ നിന്ന് ഭീകരവാദം അല്ലെങ്കിൽ അത് ഏതാണ്ട് വേരറുത്തു പോകുന്ന ഒരു സാഹചര്യം, നാമാവിശേഷമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന പ്രതീതിക്കിടയിലാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണത്തിൻ്റെ ടൈമിങ്ങിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അമേരിക്കൻ ഉപരാഷ്ട്രപതി JD വൻസിൻ്റെ ഇന്ത്യ സന്ദർശനം നടക്കുന്നതിനിടയിലാണ് ഈ ഭീകരാക്രമണം നടന്നതെന്നതാണ് രഹസ്യാന്വേഷണ ഏജൻസികളെയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ വളരെ കാര്യമായി കാരണം ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമായി മാറുന്നത്. കാരണം 2000-ൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിലായിരുന്നു മറ്റൊരു രാജ്യത്തെ നടുക്കിയ മറ്റൊരു ഭീകരാക്രമണം ജമ്മു കാശ്മീരിൽ നടന്നത്. അതുപോലെ തന്നെ JD വൻസ് ഇന്ത്യൻ സന്ദർശിക്കുന്നതിനിടയിലാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. അതിനാൽ തന്നെ ഇത് വളരെ കരുതിക്കൂട്ടി ഈ ജമ്മു കശ്മീർ വിഷയം അത് രാജ്യാന്തര ഫോറങ്ങളിൽ അത് വീണ്ടും ചർച്ചയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഭീകരാക്രമണം നടന്നു എന്നാണ് പൊതുവെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരും മറ്റും കരുതുന്നത്. ഏതായാലും ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി അല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ സന്ദർശനം അതുപോലെ തന്നെ സൗദിയിൽ ആയിരുന്നു പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ 2 ദിവസത്തെ സന്ദർശനം. അപ്പോൾ നിർണായകമായിട്ടുള്ള ചില സംഭവവികാസങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കുമ്പോൾ തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ ഭീകരാക്രമണം അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് NIA സംഘം. ഏതായാലും ഒരു കനത്ത തിരിച്ചടി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഈ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഈ സംഘടനയിലേക്ക് TRF-ലേക്ക് വരികയാണെങ്കിൽ TRF എന്നാൽ ഈ ലഷ്കർ-ഇ തോയ്ബയുടെ ഒരു സംഘടന തന്നെയാണ്. കാരണം ലഷ്കർ-ഇ തോയ്ബ ഈ രാജ്യാന്തര തലത്തിൽ തന്നെ ഒരു ഭീകര സംഘടനയായി അതിനെ വിലയിരുത്തുകയും അതിനെതിരെ രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങളും മറ്റും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് പേര് മാറ്റി, പഴയ ലഷ്കർ-ഇ തോയ്ബയുടെ പേര് മാറ്റി ഈ TRF എന്ന് പറഞ്ഞ പേരുമായിട്ടൊക്കെ ഇത് വന്നിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഹാഫിസ് സയ്യിദിൻ്റെ ലഷ്കർ-ഇ തോയ്ബയുടെ ഒരു ഓഫ് ഷൂട്ട് അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു സംഘടന മാത്രമാണ് ഈ TRF. ഈ പേരിൽ മാത്രമാണ് ഒരു മാറ്റമായി ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ TRF-ൻ്റെ തന്നെ ഈ പ്രവർത്തനങ്ങൾ അവർക്ക് കാര്യമായ തോതിലുള്ള ഒരു പിന്തുണയും ഈ ജമ്മു കാശ്മീർ ജനങ്ങളിൽ നിന്ന് കാര്യമായി അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ അതിർത്തി ഗ്രാമങ്ങളിൽ മാത്രമായിരുന്നു ഈ നുഴഞ്ഞുകയറ്റവും മറ്റും ഇവർ നടത്തുക. അവിടെ ചെറിയ തോതിലുള്ള ഭീകരാക്രമണങ്ങൾക്ക് അവർ ശ്രമിക്കുക. പക്ഷേ ഇന്ത്യൻ സൈന്യത്തിൻ്റെ കനത്ത പ്രതിരോധത്തിലും തിരിച്ചടിയിലും അവർക്ക് കാര്യമായ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി അവർ ലക്ഷ്യമിട്ടിരുന്നത് പോലുള്ള പ്രവർത്തനങ്ങൾക്കൊന്നും തന്നെ ഇന്ത്യയിൽ നടന്നിരുന്നില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്നലെ ഈ സാധാരണ ടൂറിസ്റ്റുകൾ എന്ന രീതിയിൽ അവിടെ എത്തുകയും അവിടെ ആദ്യം ഈ ടൂറിസ്റ്റുകളായി ഉണ്ടായിരുന്ന അതായത് മുഴുവൻ പേരെയും വളയുകയും തുടർന്ന് അതിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും മാറ്റിയതിന് ശേഷം യാതൊരു നിർദാക്ഷിണ്യവും കാണിക്കാതെ ഈ വെടിവെതിർക്കുകയുമാണ് ചെയ്തത്. അതിൽ തന്നെ ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ പറയുന്നത് ഈ 6 ഭീകരരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. 4 ഭീകരരാണ് വെടിയുതിർത്തതെന്നാണ് ഈ ദൃക്സാക്ഷികൾ മൊഴി നൽകിയിരിക്കുന്നത്. അതിൽ 2 പേർ തന്നെ ഈ വിദേശ 6 ഭീകരരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർ ഇനിയും ഏറെയുണ്ട്.
അതുകൊണ്ടായിരിക്കും കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സൈനികരുടെ വേഷത്തിലാണ് ഈ ആക്രമണകാരികൾ എത്തിയത് എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്.